You all, welcome to Study Win PSC. നാളെ നടക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ മാത്സ് റിവിഷനാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5.4 ഇൻറ്റു 0.24 ഇൻറ്റു 3.5 ഡിവൈഡഡ് ബൈ 0.14 ഇൻറ്റു 0.4 ഇൻറ്റു 1.8. സൊല്യൂഷൻ ഇത് സോൾവ് ചെയ്യുക. 5.4 ഇൻറ്റു 0.24 ഇൻറ്റു 3.5 ഡിവൈഡഡ് ബൈ 0.14 ഇൻറ്റു 0.4 ഇൻറ്റു 1.8. അപ്പോൾ ഇവിടെ ഡെസിമൽ നമ്പറിൻ്റെ ഡിവിഷനാണ് വന്നിട്ടുള്ളത്. ഡെസിമൽ നമ്പറിൻ്റെ ഡിവിഷൻ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം തുല്യമായാൽ ആ ഡെസിമൽ പോയിൻ്റ് കൺസിഡർ ചെയ്യാതെ അതങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ അങ്ങനെയാണോ നോക്കാം. ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 1, 2, 3, 4 അക്കങ്ങളുണ്ട് ന്യൂമറേറ്ററിൽ. അതുപോലെ ഡിനോമിനേറ്ററിൽ നോക്കാം 1, 2, 3, 4. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം ഇവിടെ തുല്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡെസിമൽ പോയിൻ്റ് കൺസിഡർ ചെയ്യണ്ട, ഇതങ്ങ് സോൾവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ 5.4 എന്നുള്ളത് 54 എന്ന് എഴുതുക. 54 ഇൻറ്റു 0.24 ഡെസിമൽ പോയിൻ്റ് നോക്കണ്ട, 24 എന്ന് എടുത്താൽ മതി. ഇൻറ്റു 3.5 35 ഡിവൈഡഡ് ബൈ 0.14 14 ഇൻറ്റു 0.4 4 1.8 18. ഈ ഡെസിമൽ പോയിൻ്റ് കൺസിഡർ ചെയ്യാതെ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 18 3 54 7 2 14 7 5 35 2 12 24 4 3 12. അപ്പോൾ ഇത് 3 3 9 9 ഇൻറ്റു 5 45. 45 ഉത്തരം. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 2 സംഖ്യകളുടെ ഗുണനഫലം 216 ഉസാഖ 6 ലസാഗു എത്ര? സൊല്യൂഷൻ 2 സംഖ്യകളുടെ ഗുണനഫലം ഈസ് ഈക്വൽ ടു ലസാഗു ഇൻറ്റു ഉസാഖയാണ്. അതൊരു ഫോർമുലയായിട്ട് പറയുമ്പം 2 സംഖ്യകൾ n1 n2 ആയാൽ n1 n2 ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. അപ്പോൾ ഇവിടെ n1 n2 2 സംഖ്യകളുടെ ഗുണനഫലം 216. ഉസാഹ HCF 6. ലസാഗു എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 216 ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു 6. ദെർഫോർ LCM ഈസ് ഈക്വൽ ടു 216 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 36. LCM 36 ഓപ്ഷൻ എ. ചോദ്യം റൂട്ട് ഓഫ് 256 ഡിവൈഡഡ് ബൈ 6400 ഇൻറ്റു റൂട്ട് ഓഫ് 25 ഡിവൈഡഡ് ബൈ 7056. സൊല്യൂഷൻ ഇത് സോൾവ് ചെയ്യണം. റൂട്ട് ഓഫ് 256 ഡിവൈഡഡ് ബൈ 6400 ഇൻറ്റു റൂട്ട് ഓഫ് 25 ബൈ 7056 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 256 16 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 6400 64 റൂട്ട് 8. അപ്പോൾ 6400 ആകുമ്പം 80 വരും. ഇൻറ്റു റൂട്ട് ഓഫ് 25 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 7056. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിലുണ്ട്, നിങ്ങളത് പോയി കണ്ട് പഠിക്കണം. ഇപ്പോൾ ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് പറയാം. 7056 എന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന സംഖ്യേനെ 2 പാർട്ടാക്കണം. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 2 അക്കം മാറ്റി വേണം 2 പാർട്ടാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 2 അക്കം മാറ്റി. അപ്പോൾ ഇതിങ്ങനെ 2 പാർട്ടായി. ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക,
സെക്കൻഡ് പാർട്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഉപയോഗിച്ച് സ്ക്വയർ റൂട്ടിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 70ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. 70 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യയല്ല. അപ്പോൾ നോക്കേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഡയറക്റ്റ് സ്ക്വയർ റൂട്ട് എടുക്കാം. പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയിൽ മാക്സിമം അടങ്ങുന്ന സ്ക്വയർ റൂട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 70 ആവുമ്പം 70ൻ്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 64. അപ്പോൾ 64ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 64ൻ്റെ സ്ക്വയർ റൂട്ട് 8 ഇനി ഈ സ്ക്വയർ റൂട്ടിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കൂടെ കിട്ടിയാൽ മതി. അത് ഈ സെക്കൻഡ് പാർട്ടിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 6. 6 ഒറ്റയുടെ സ്ഥാനത്ത് വരണമെങ്കിൽ സ്ക്വയർ റൂട്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നുകിൽ 4 ആയിരിക്കണം, അല്ലെങ്കിൽ 6 ആയിരിക്കണം. അപ്പം ഈ 7056ൻ്റെ സ്ക്വയർ റൂട്ട് ഒന്നുകിൽ 84 ആയിരിക്കും, അല്ലെങ്കിൽ 86 ആയിരിക്കും. അപ്പോൾ 84 ആണോ 86 ആണോ എന്നറിയണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ സ്ക്വയർ റൂട്ട് എടുത്തല്ലോ, ഈ സ്ക്വയർ റൂട്ടിനെ തൊട്ടടുത്തുള്ള വലിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 8 അല്ലേ, 8ൻ്റെ തൊട്ടടുത്തുള്ള വലിയ സംഖ്യ 9. അപ്പോൾ 8 × 9 72 കിട്ടി. എന്നിട്ട് ഈ ഫസ്റ്റ് പാർട്ടിനെയും ഈ സംഖ്യനെയും കൂടെ കമ്പയർ ചെയ്യണം. അതായത് വലുതാണോ ചെറുതാണോ എന്ന് നോക്കുക. ഈ ഫസ്റ്റ് പാർട്ട് ഇതിനേക്കാളും വലുതാണെങ്കിൽ ഇതിലെ വലിയ സംഖ്യ വരും. ഈ ഫസ്റ്റ് പാർട്ട് ഇതിനേക്കാളും ചെറുതാണെങ്കിൽ ഇതിലെ ചെറിയ സംഖ്യ വരും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 70ഉം 72. 70 എന്താണ്? 70 ലെസ് ദാൻ 72. അപ്പോൾ ഇവിടെ ഏത് സംഖ്യ എടുക്കേണ്ടത്? 4 വരും. 4 ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 7056ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 84. അപ്പോൾ ഇവിടെ 84 കിട്ടി. 7056ൻ്റെ സ്ക്വയർ റൂട്ട് 84. ഓക്കെ, ഇനി ഇത് വെട്ടാവേ. 5, 16, 80. 16ഉം 16ഉം വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വരും? 1/84. 1/84 ആണ് ആൻസർ, ഓപ്ഷൻ സി. അപ്പോൾ എല്ലാവരും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. അത് പോയി കണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. ഒരു വ്യാപാരി ഒരു മേശ 800 രൂപയ്ക്ക് വാങ്ങി 960 രൂപയ്ക്ക് വിൽക്കുന്നു. ലാഭശതമാനം എത്ര? സൊല്യൂഷൻ. ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പി പെർസെൻറ്റേജ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലാഭശതമാനം, SP സെല്ലിംഗ് പ്രൈസ് വിറ്റ വില, CP കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു വ്യാപാരി ഒരു മേശ 800 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 800, 960 രൂപയ്ക്ക് വിൽക്കുന്നു. വിറ്റ വില സെല്ലിംഗ് പ്രൈസ് SP 960. ലാഭശതമാനം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 960 മൈനസ് 800 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 100. 960 മൈനസ് 800 160 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 100. 160/8 20. 20% ലാഭശതമാനം. ആൻസർ ഓപ്ഷൻ ഡി. പിന്നെ ലാഭശതമാനം കണ്ടുപിടിക്കാനായിട്ടൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ടുണ്ടെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കാനായിട്ട് ഈ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. ഇനി നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ ഫോർമുലയുടെ ആവശ്യമൊന്നും വരുന്നില്ല. ഒന്നുകൂടെ പറയാം. ലാഭശതമാനവും നഷ്ടശതമാനവും കണ്ടുപിടിക്കാനുള്ള ട്രിക്ക്. ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ടുണ്ടെങ്കിൽ അതിലെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഗുണിക്കുക. ഇനി നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ടുണ്ടെങ്കിൽ
വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഫോർമുലയേക്കാളും ഞാൻ പറഞ്ഞ ട്രിക്കാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ തുക 10ഉം ഗുണനഫലം 20ഉം ആയാൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? സൊല്യൂഷൻ, 2 സംഖ്യകളുടെ തുകയും അവയുടെ ഗുണനഫലവും തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2 സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ 2 സംഖ്യകളുടെ ഗുണനഫലം. ഇതാണ് അവയുടെ വിൽക്രമങ്ങളുടെ തുക. അപ്പോൾ ഇവിടെ തുക 2 സംഖ്യകളുടെ തുക 10 ഗുണനഫലം 20. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10/20 ഈസ് ഈക്വൽ ടു 1/2. 1/2 ആണ് ആൻസർ, ഓപ്ഷൻ സി. ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ഇനിയിപ്പം നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ 2 സംഖ്യകൾ എക്സും വൈയും ആയാൽ അതിൻ്റെ വിൽക്രമങ്ങളുടെ തുക, അതായത് എക്സിൻ്റെ വിൽക്രമം 1/x, വൈയുടെ വിൽക്രമം 1/y. അപ്പോൾ 1/x + 1/y ഈസ് ഈക്വൽ ടു എന്ത് വരും? ലെസ്സാകൂ എക്സ് വൈ, എക്സിൻ്റെ വൈയുടെ ലെസ്സാകൂ എക്സ് വൈ. ലെസ്സാകുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഓക്കെ, XY/X. അപ്പോൾ എന്ത് വരും? y × 1 y പ്ലസ് XY/y. XY/y ആകുമ്പോൾ x വരും, x × 1 x. അപ്പോൾ ഇതെന്താണ്? y + x ഡിവൈഡഡ് ബൈ XY. അപ്പോൾ എന്താണ്? തന്നിരിക്കുന്ന സംഖ്യയുടെ തുക ബൈ ഗുണനഫലം. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഫോർമുല വന്നിരിക്കുന്നത്, തുക ബൈ ഗുണനഫലം. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമൊന്നും നോക്കണ്ട, ഈ ഫോർമുല മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. തുക ബൈ ഗുണനഫലം എന്ന് മാത്രം പഠിച്ചു വെക്കുക. ചോദ്യം, സബിത ഒരു വരിയിൽ മുൻപിൽ നിന്ന് 25-മതും പുറകിൽ നിന്ന് 25-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? സൊല്യൂഷൻ, ഇവിടെ നോക്കിക്കേ, മുൻപിൽ നിന്നും പുറകിൽ നിന്നുമുള്ള പൊസിഷനാണ് തന്നിട്ടുള്ളത്, ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഈ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അതൊരു ഫോർമുലയായിട്ട് പറയുമ്പം 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് എമ്മും എന്നും ആയാൽ ടോട്ടൽ T ഈസ് ഈക്വൽ ടു M + N - 1 ആയിരിക്കും. അതായത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സബിത ഒരു വരിയിൽ മുൻപിൽ നിന്ന് 25-മതും പുറകിൽ നിന്ന് 25-മതുമായി നിൽക്കുന്നു. മുൻപിൽ പുറകിൽ 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ M 25, N 25. ടോട്ടൽ T ഈസ് ഈക്വൽ ടു 25 + 25 - 1. 25 50 - 1 ഈസ് ഈക്വൽ ടു 49 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. ചോദ്യം, ശരണിൻ്റെ അമ്മയുടെ പ്രായം അവൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാവും. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? സൊല്യൂഷൻ, ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് y1 × T1 - 1 ഡിവൈഡഡ് ബൈ T1 - T2. ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല y1 × T1 - 1 ഡിവൈഡഡ് ബൈ T1 - T2. ഈ T1 - T2 അല്ലെങ്കിൽ T2 - T1 ആയിരിക്കും കേട്ടോ. കാരണം ഈ ഡിനോമിനേറ്ററിൽ വരുന്നത് ടൈംസിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് വന്നാൽ നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല, കാരണം ഏജ് പ്രോബ്ലത്തിൽ നെഗറ്റീവ് വരത്തില്ല. ആ ടൈംസിൻ്റെ ഡിഫറൻസ് അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, മടങ്ങുകളുടെ വ്യത്യാസമാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു വർഷവും തന്നിട്ടുണ്ട്, 2 മടങ്ങുകളും തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിട്ട് പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്.
ഒരു വർഷമുണ്ട്, 2 മടങ്ങുകളുമുണ്ട്. അപ്പോൾ ഇവിടെ y1 എന്ന് പറയുന്നത് വർഷം, t1 t2 മടങ്ങുകൾ എത്ര ടൈംസ് ആണെന്നുള്ളത്. y1 എന്ന് പറയുമ്പോൾ ഇയർ എന്നുള്ള അർത്ഥത്തിലാണ് y1 ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ y1 4, t1 3, t2 എത്രയാണ്? t2 4. ഓക്കെ, ഇപ്പോൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു t1 മൈനസ് 1 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ t1 മൈനസ് t2. t1 മൈനസ് t2 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 4 വരും, അല്ലെങ്കിൽ t2 മൈനസ് t1 ആണ്. കാരണം വെച്ചാൽ ഇവിടെ നെഗറ്റീവിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല, ഈ ടൈംസിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ ഇത് എന്താണ്? 4 മൈനസ് 3 എന്ന് എടുക്കുക കേട്ടോ. 4 മൈനസ് 3 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 മൈനസ് 1 2 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 1. 4 ഇൻറ്റു 2 8. 8 ഈ ടൈപ്പ് പ്രോബ്ലത്തിലെ പ്രായം കുറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ വയസ്സ്. ഇപ്പോൾ ഇവിടെ ശരണും അമ്മയും ആകുമ്പോൾ ശരണിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് ഈ ഫോർമുല യൂസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരണിൻ്റെ അമ്മയുടെ പ്രായം അവൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. അപ്പോൾ ശരണിൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ് ശരണിൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പോൾ ഇത് ശരണിൻ്റെ അമ്മയുടെ വയസ്സ് m ഈസ് ഈക്വൽ ടു, മദറിൻ്റെ വയസ്സ് m ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 4 32 ആണ്. 32 വയസ്സാണ് അമ്മയ്ക്കുള്ളത്. ആൻസർ ഓപ്ഷൻ സി. ഇത് ഈ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഫോർമുല യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, ഇനിയിപ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ തന്നിട്ടുള്ളത്. 4 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇങ്ങനെ വരുന്ന ഒരു വർഷവും 2 ടൈംസും 1 വർഷവും 2 മടങ്ങുകളും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല തന്നെ യൂസ് ചെയ്താൽ മതി. ശേഷമാണേലും മുമ്പാണേലും, വർഷങ്ങൾക്ക് ശേഷമാണേലും വർഷങ്ങൾക്ക് മുമ്പാണേലും ഒക്കെ ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യുന്നത്. ഡിനോമിനേറ്ററിൽ ടൈംസിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ അത് t1 മൈനസ് t2 എന്നോ t2 മൈനസ് t1 എന്നോ എങ്ങനെ വെള്ളം എടുക്കാം. നെഗറ്റീവിൻ്റെ പ്രശ്നം ഒരു ഏജ് പ്രോബ്ലത്തിൽ വരുന്നില്ല. നെഗറ്റീവ് ഒന്നും ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ വയസ്സിൻ്റെ പ്രോബ്ലത്തിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഫോർമുല മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. y1 ഇൻറ്റു t1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ടൈംസിൻ്റെ ഡിഫറൻസ്, അതായത് t1 മൈനസ് t2 അല്ലെങ്കിൽ t2 മൈനസ് t1. ഓക്കെ, ഇതെല്ലാവരും ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോഴത്തേനും ഒരുപാട് സമയമൊക്കെ എടുത്ത് സ്കിപ്പ് ചെയ്യാറുള്ള ഒരു പ്രോബ്ലമാണ്. പക്ഷേ ഈ ഫോർമുല അറിയാമെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാം. അല്ലാതെ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ വരുന്നുണ്ട്, കുറച്ച് കൺഫ്യൂസിങ് ആവും. ചോദ്യം: 6000 രൂപ 10% പലിശയ്ക്ക് 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം എത്ര? സൊല്യൂഷൻ: 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു PR² ഇൻറ്റു 300 പ്ലസ് R ഡിവൈഡഡ് ബൈ 100 ക്യൂബ്. ഓർത്ത് വെച്ചോണം, 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് PR² ഇൻറ്റു 300 പ്ലസ് R ഡിവൈഡഡ് ബൈ 100 ക്യൂബ്. അപ്പോൾ ഈ ഫോർമുല 3 വർഷത്തേക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, P പ്രിൻസിപ്പൽ എമൗണ്ട്, R റേറ്റ് പലിശ നിരക്ക്. അപ്പോൾ ഇവിടെ P ഈസ് ഈക്വൽ ടു 6000 രൂപ, റേറ്റ് R പലിശ നിരക്ക് 10%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു 6000 ഇൻറ്റു R², 10ൻ്റെ സ്ക്വയർ എന്താണ്? 100 ഇൻറ്റു 300 പ്ലസ് 6, 300 പ്ലസ് 10 310 ഡിവൈഡഡ് ബൈ 100ൻ്റെ ക്യൂബ്. 100ൻ്റെ ക്യൂബ് 10 ലക്ഷം. ഈസ് ഈക്വൽ ടു ഈ 2 പൂജ്യം ഈ 2 പൂജ്യം വെട്ടി, ഈ 1 പൂജ്യം ഈ 1 പൂജ്യം വെട്ടി, ഈ 3 പൂജ്യം ഈ 3 പൂജ്യം വെട്ടിപ്പോയി. അപ്പോൾ ഇനി
6 ഇൻറ്റു 31, 6 1 6, 6 3 18, 186 ആൻസർ ഓപ്ഷൻ ഡി. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് D = PR² ഇൻറ്റു 300 + R ഡിവൈഡഡ് ബൈ 100³ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ചോദ്യം, 15 നോട്ട് ബുക്കുകൾ 330 രൂപയ്ക്ക് വാങ്ങിയാൽ 418 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്കുകൾ വാങ്ങാം? സൊല്യൂഷൻ: 15 നോട്ട് ബുക്കുകളുടെ വില 330 രൂപയാണ്. 418 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്കുകൾ വാങ്ങാം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 15 നോട്ട് ബുക്കുകൾക്ക് 330 രൂപയാണെങ്കിൽ ഒരു നോട്ട് ബുക്കിൻ്റെ വില എന്തായിരിക്കും? ഒരു നോട്ട് ബുക്കിൻ്റെ വില 330/15 ആയിരിക്കും. അപ്പോൾ ഇതെത്ര വരും? 15 2 30, 15 2 30, 22 രൂപയാണ് ഒരു നോട്ട് ബുക്കിൻ്റെ വില. അപ്പോൾ 418 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്കുകൾ വാങ്ങിക്കാം? 418 ഡിവൈഡഡ് ബൈ 22 ആയിരിക്കും. 2 കൊണ്ട് വെട്ടാം. 2 11 22, 2 2 4 0 2 9 18, 209/11, 11 1 11, 11 9 20 ആകുമ്പോൾ 99 ആകുമ്പോൾ 11 9 99, 19 നോട്ട് ബുക്കുകൾ വാങ്ങിക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ഇതൊരു ട്രിക്ക് വഴിയും കണ്ടുപിടിക്കാം. ആ ഒരു മെത്തേഡും കൂടെ പറയാം. ഈ മെത്തേഡും സിമ്പിളാണ്. ഇനി ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട്, ഇവിടെ 15 നോട്ട് ബുക്കുകൾ 330 രൂപയ്ക്ക് വാങ്ങിക്കാം. 418 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്കുകൾ കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ എക്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 330 രൂപയ്ക്ക് 15 നോട്ട് ബുക്കുകൾ വാങ്ങാം. അപ്പം 418 രൂപയ്ക്ക് എന്തായാലും ഈ 15-നേക്കാളും കൂടുതൽ നോട്ട് ബുക്കുകൾ കിട്ടും. അപ്പോൾ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? തുക കൂടുമ്പോഴത്തേക്കും ബുക്കുകളുടെ എണ്ണം കൂടുതൽ വരും, തുക കുറയുമ്പം ബുക്കുകളുടെ എണ്ണം കുറയും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതെന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവിടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? 330 ഇൻറ്റു എക്സ്, 330x ഈസ് ഈക്വൽ ടു 418 ഇൻറ്റു 15. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 418 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 330. 15 2 30, 15 2 30, 2 11 22, 2 2 4 0 2 9 18, 209/11 19. 19 ആൻസർ. അപ്പോൾ ട്രിക്ക് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 2 മെത്തേഡ് സിമ്പിളാണ് കേട്ടോ. 2 മെത്തേഡ് സിമ്പിളാണ്. ഈ ഫസ്റ്റ് വണ്ണാണ് പ്രോപ്പർ മെത്തേഡ്, മറ്റേതൊരു ട്രിക്കി മെത്തേഡ്. ചോദ്യം, 2007 ജാനുവരി 1 തിങ്കളായാൽ 2011 ജാനുവരി 1 ഏത് ദിവസം? സൊല്യൂഷൻ: 2007 ജാനുവരി 1 തിങ്കളായാൽ 2011 ജാനുവരി 1 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി ഓഡ് ഡേയ്സ് കൂട്ടിയാൽ കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ ഡേറ്റിന് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. എന്താണ്? 2007 ജാനുവരി 1 തന്നിട്ടുണ്ട്, 2011 ജാനുവരി 1 കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ ഈ വർഷത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി സെയിമാണ്. ജാനുവരി 1 തന്നിട്ടുള്ളത്, ജാനുവരി 1 തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ വരുന്ന കേസിൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഈ വർഷത്തിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ കൂടെ ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്നത് 7 കുറവാണെങ്കിൽ അതായിരിക്കും ഓഡ് ഡേയ്സ്,
7 7 കൂടുതലോ ആണെങ്കിൽ അതിനെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടമായിരിക്കും ഓഡ് ഡേയ്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2007 ജാനുവരി 1 തന്നിട്ടുണ്ട്, 2011 ജാനുവരി 1 കണ്ടുപിടിക്കേണ്ടത്. വർഷത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ വർഷങ്ങളുടെ ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ കൂടെ ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2011 മൈനസ് 2007 4, വർഷത്തിൻ്റെ ഡിഫറൻസ് 4. ഈ 2007 2011 ഇടയിൽ ഒരു ലീപ്പ് ഇയർ ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 4 + 1 5 എന്ന് കിട്ടി. അപ്പോൾ ഈ 5 7 കുറവാണ്. അപ്പോൾ ഈ 5 ആയിരിക്കും ഇവിടുത്തെ ഓഡ് ഡേയ്സ്. അപ്പോൾ ഇവിടെ 5 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഇനി തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി ഓഡ് ഡേയ്സ് കൂട്ടിയാൽ കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ദിവസം എന്താണ്? തിങ്കളാണ്. തിങ്കൾ +5, തിങ്കൾ +5 ശനിയാണ് കണ്ടുപിടിക്കേണ്ട ദിവസം. ആൻസർ ഓപ്ഷൻ സി. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 225 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? സൊല്യൂഷൻ. സമയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടൈം t = ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതായത് സമയം = ദൂരം ബൈ വേഗത. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് d = 225 കിലോമീറ്റർ, സ്പീഡ് s = 90 km/h. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈം t = 225 ഡിവൈഡഡ് ബൈ 90 = 225 ഡിവൈഡഡ് ബൈ 90നെ 9 × 10 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ 9 22 9 2 18 18 4 22 45 വരുമ്പോൾ 9 5 45. അപ്പോൾ ഇവിടെ 25/10 2.5 എന്ന് വരും. അപ്പോൾ 2.5 മണിക്കൂറാണ് ആൻസർ. 2.5 മണിക്കൂർ എന്ന് വെച്ചാൽ എന്താണ്? 2 മണിക്കൂർ 30 മിനിറ്റ്. 2.5 മണിക്കൂർ എന്ന് പറയുമ്പം 2 മണിക്കൂർ 30 മിനിറ്റ്. അപ്പം 2 മണിക്കൂർ 30 മിനിറ്റ്, 2.5 മണിക്കൂർ എന്നുള്ളത് അതിൻ്റെ കൺവേർഷൻ പറഞ്ഞുതരാം. അതായത് മണിക്കൂറിനെ മിനിറ്റിലോട്ടാക്കാനായിട്ട് 60 കൊണ്ട് ഗുണിച്ചാൽ മതി മണിക്കൂറിനെ മിനിറ്റിലോട്ടാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 2.5 മണിക്കൂർ എന്ന് പറയുമ്പം 2 മണിക്കൂർ 30 മിനിറ്റ് വന്നല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2.5 മണിക്കൂർ. അപ്പോൾ ഇവിടെ ഈ 0.5നെ 60 കൊണ്ട് ഗുണിച്ചാൽ അത് മിനിറ്റിലോട്ട് മാറും. അപ്പോൾ ഇവിടെ 0.5 × 60 എന്താണ്? 0.5 × 60 എന്ന് പറയുന്നത് 30 വരും. അപ്പോൾ ഇത് 30 മിനിറ്റായി. അപ്പോൾ 2.5 മണിക്കൂർ എന്നുള്ളത് 2 മണിക്കൂർ 30 മിനിറ്റ് എന്ന് കിട്ടി. അങ്ങനെയാണ് 2.5 മണിക്കൂർ 2 മണിക്കൂർ 30 മിനിറ്റ് ആയത്. ഇതിപ്പോൾ 2.5 മണിക്കൂർ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം 2 മണിക്കൂർ 30 മിനിറ്റ് ആണെന്ന്. അല്ലാതെയൊക്കെ വരുമ്പോഴത്തേനും അത് ഈ മണിക്കൂറിനെ മിനിറ്റിലോട്ട് മാറ്റാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, 60 കൊണ്ട് ഗുണിച്ചാൽ മതി. അടുത്ത ചോദ്യം, 5 വർഷം മുമ്പ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെത്തുക 58 ആണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? സൊല്യൂഷൻ. 5 വർഷം മുമ്പ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം, ഫാദർ സണ്ണ്, വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെത്തുക 58. ഫാദർ പ്ലസ് സണ്ണ് 58 ആണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പം അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 58. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലോ അവരുടെ വയസ്സുകളുടെ തുക എത്രയായിരിക്കും? 2 പേർക്കും 5 വർഷം വീതം കുറയും. 2 പേരിൽ നിന്നും 5 വീതം കുറയും. അപ്പോൾ എത്രയാണ്? മൊത്തം 10 കുറയും ഈ 58ൽ നിന്ന്.
58 മൈനസ് 10 48 ആയിരിക്കും 5 വർഷം മുമ്പ് ഇവരുടെ വയസ്സുകളുടെ തുക. 5 വർഷം മുമ്പ് ഇവരുടെ വയസ്സുകളുടെ തുക 48. അപ്പോൾ 5 വർഷം മുമ്പ് അച്ഛൻ്റെ മകൻ്റെ വയസ്സുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് 5:1 ആണെന്ന്. ഓക്കെ, അപ്പോൾ അതും ഇതും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അതായത് 5:1 റേഷ്യോന് 5x 1x എടുത്താൽ 5x പ്ലസ് 1x ഇവരുടെ വയസ്സുകളുടെ തുക, അതാണ് എന്ത് 48. അപ്പോൾ ഇവിടെ 6x 48 എന്ന് കിട്ടി. 6x 48 ആണെങ്കിൽ x 48/6 8 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ 5x-ലും 1x-ലും കൊടുക്കാം. 5x 1x 5x എന്ന് പറയുന്നത് എന്താണ്? ഫാദറിൻ്റെ 5 വർഷം മുമ്പുള്ള വയസ്സാണ് ഈ 5x. അപ്പോൾ ഇവിടെ ഫാദറിന് എത്രയാണ്? 5 × 8 40 വയസ്സാണ് 5 വർഷം മുമ്പ്. ഓക്കെ, സണ്ണിന് എത്രയാണ്? 5:1 ആകുമ്പോൾ 1x ആണ് 5 വർഷം മുമ്പത്തെ മകൻ്റെ വയസ്സ്. അതായത് 1 × 8 വയസ്സാണ് 5 വർഷം മുമ്പ് മകനുള്ളത്. അപ്പോൾ ഇപ്പോഴോ ഇത് 5 വർഷം മുമ്പാണ് 8 വയസ്സുള്ളത്. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ മകൻ എത്ര വയസ്സായിരിക്കും? മകൻ്റെ വയസ്സ് എത്രയാണ്? 8 + 5 13 വയസ്സാണ് മകൻ ഇപ്പോൾ ഉള്ളത്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 13. ഇനി അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സാണെങ്കിൽ അച്ഛൻ 5 വർഷം മുമ്പ് 40 വയസ്സായിരുന്നു. അപ്പോൾ ഇപ്പോൾ അച്ഛനോ? ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? 40 + 5 45 വയസ്സായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി 13. അടുത്ത ചോദ്യം 3/5 ഡിവൈഡഡ് ബൈ 9/10 = എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. 3/5 ഡിവൈഡഡ് ബൈ 9/10 ഭിന്നസംഖ്യകളുടെ ഡിവിഷനാണ്. ഭിന്നസംഖ്യകളുടെ ഡിവിഷൻ ചെയ്യുന്നത് ഹരിക്കേണ്ട സംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ 3/5 × 9/10 റെസിപ്രോക്കൽ 10/9. 5 2 10 3 3 9. 2/3 ആണ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു കടയുടെ മുന്നിൽ 15 പേർ ക്യൂ നിൽക്കുന്നു. രഘു മുന്നിൽ നിന്ന് 9ാമതാണ്. ക്യൂവിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ രഘുവിൻ്റെ സ്ഥാനം എത്രയാണ്? സൊല്യൂഷൻ. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ ഈ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പോൾ അതൊരു ഫോർമുലയായിട്ട് പറയുമ്പം m/n ഇത് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ t = m + n - 1 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു കടയുടെ മുന്നിൽ 11 പേര് ക്യൂ നിൽക്കുന്നു. രഘു മുന്നിൽ നിന്ന് 9ാമതാണ്. ക്യൂവിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ രഘുവിൻ്റെ സ്ഥാനം. അപ്പോൾ ഇവിടെ ഒരു ടോട്ടലും ഉണ്ട്, മുന്നിൽ നിന്നുള്ള സ്ഥാനമുണ്ട്, പിന്നിൽ നിന്നുള്ള സ്ഥാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്താൽ അത് കണ്ടുപിടിക്കാം. ടോട്ടൽ ടി എത്രയാണ്? 15 പേര്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള പൊസിഷൻസിൽ 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ m = 9 എന്നെടുക്കുക, n കണ്ടുപിടിക്കണം. ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യുക. 15 = 9 + n - 1. 9 - 1 8. 8 + n = 15. Therefore n = 15 - 8 = 7. 7 ആണ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 3.6 ഡിവൈഡഡ് ബൈ 0.12 = x ആണെങ്കിൽ എക്സിൻ്റെ വില എത്രയാണ്? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. 3.6 ഡിവൈഡഡ് ബൈ 0.12 = x ആണെങ്കിൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ ഇതൊരു ഡെസിമൽ നമ്പറിൻ്റെ ഡിവിഷനാണ്. ഡെസിമൽ നമ്പറിൻ്റെ ഡിവിഷൻ ചെയ്യാനായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഇവിടെ ആദ്യം നോക്കേണ്ടത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം നോക്കുക. അത് തുല്യമാണെങ്കിൽ ഈ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ സംഖ്യകളുടെ കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഒന്നുകൂടെ പറയാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ
ആ ഡെസിമൽ പോയിൻ്റ് കൺസിഡർ ചെയ്യാതെ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്താൽ മതി. അതായിരിക്കും ഉത്തരം. ഈ ഒരു ക്ലാസ്സിൽ തന്നെ മുമ്പത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ അങ്ങനെ ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം തുല്യമല്ലാതെ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ തുല്യമല്ല. നോക്കാവേ, ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഒരക്കമുണ്ട്, ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 2 അക്കമുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം തുല്യമല്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഡെസിമൽ പോയിൻ്റ് കൺസിഡർ ചെയ്യാതെ സംഖ്യയുടെ കാൽക്കുലേഷൻ ചെയ്യുക. എന്നിട്ട് ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ എവിടെയാണോ ഈ ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിൽ കുറവുള്ളത് അവിടെ ഒരക്കത്തിൻ്റെ കുറവാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക, 2 അക്കത്തിൻ്റെ കുറവാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക, 3 അക്കത്തിൻ്റെ കുറവാണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക, 4 അക്കത്തിൻ്റെ കുറവാണെങ്കിൽ 10000 കൊണ്ട് ഗുണിക്കുക. അതങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം തുല്യമല്ല. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ 36/12 36/12 ചെയ്യുമ്പം 3 എന്ന് കിട്ടും. എന്നിട്ട് ഇവിടെ നോക്കിക്കേ, ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിൽ കുറവ് എവിടെയാണെന്ന് നോക്കുക. ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്ററിലാണ് കുറവുള്ളത്. ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ 2ഉമാണ്. അപ്പോൾ ന്യൂമറേറ്ററിലാണ് കുറവുള്ളത്. എത്ര അക്കത്തിൻ്റെ കുറവാണ്? 1ൻ്റെ കുറവേ ഉള്ളൂ. അപ്പം ന്യൂമറേറ്ററിൽ 10 കൊണ്ട് ഗുണിക്കണം. 1ൻ്റെ കുറവായതുകൊണ്ട് ന്യൂമറേറ്ററിൽ 10 കൊണ്ട് ഗുണിക്കുക. അപ്പം 3 × 10 30 ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ എ 30. ചോദ്യം, √49 + √576 എത്രയാണ്? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. √49 + √576. അപ്പോൾ ഇങ്ങനെ 2 റൂട്ടൊക്കെ ഉള്ളപ്പം ഏറ്റവും ഉള്ളിലത്തെ റൂട്ട് വെച്ച് വേണം സോൾവ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഇവിടെ 576ൻ്റെ റൂട്ട് 576ൻ്റെ റൂട്ട് എത്ര വരും? 576 ആകുമ്പം 25 625 24 വരും. 576ൻ്റെ റൂട്ട് 24. അപ്പോൾ ഇത് √49 + 24 49 + 24 √4 9 13 4 2 6 1 7 √73 ആൻസർ. ഓപ്ഷൻ സി. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ റൂട്ടുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും ഉള്ളിലുള്ള റൂട്ട് വേണം സോൾവ് ചെയ്ത് വരാനായിട്ട്. ഓക്കെ. ചോദ്യം, 135 75 90 എന്നീ 3 സംഖ്യകളെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ. സൊല്യൂഷൻ. 3 സംഖ്യകളെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ അവിടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്സാഹ എന്ന് വെച്ചാൽ എന്താണ്? HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്സാഹയെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 135 75 90 ഇതിൻ്റെ HCF കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 135 75 90 ഇതിൻ്റെ HCF 5 കൊണ്ടാകുമ്പം 5 5 2 10 5 7 35 15 5 75 18 5 90. ഇനി 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 3 9 27 3 5 15 3 6 18. ഓക്കെ. ഇനി ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല, കാരണം എല്ലാത്തിലും അടങ്ങുമെങ്കിലേ ഉള്ളൂ ഉത്സാഹം കാണുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ 5 × 3 ഉത്സാഹം. HCF = 5 × 3 15. HCF ഇവിടെ 15 ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, √9 + 16 = x ആണെങ്കിൽ എക്സിൻ്റെ വില എന്ത്? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. √9 + 16 = x ആണെങ്കിൽ എക്സിൻ്റെ വില.
അപ്പോൾ ഇവിടെ 9 + 16 25. √25 ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു √25 5. എക്സ് ഈസ് ഈക്വൽ ടു 5. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 108 km/മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? സൊല്യൂഷൻ. ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഡി ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ദൂരം ഇസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സ്പീഡ് 108 km/h. ടൈം 1 മിനിറ്റ്, 1 മിനിറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സ്പീഡ് km/h ടൈം മിനിറ്റിലുമാണ്. അപ്പോൾ യൂണിറ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് സെയിം യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം മീറ്ററിലാണ് ഉത്തരം. അപ്പോൾ ഇവിടെ ഈ സ്പീഡിനെ km/h നിന്ന് m/min മാറ്റണം. km/hനെ m/min മാറ്റാനായിട്ട് 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. km/hനെ m/min ആക്കാൻ 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി m/min km/h മാറ്റേണ്ടതെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ, അതായത് 3/50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ km/hനെ m/min മാറ്റേണ്ടത്. അപ്പോൾ km/hനെ 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ സ്പീഡ് എസ് ഇസ് ഈക്വൽ ടു 108 × 50/3. അപ്പോൾ ഇതെന്ത് വരും? 108/3 എന്ന് പറയുമ്പോൾ 36 3 108. 36 × 50 വരും. 36 × 50, 36 × 5 180. 50 ആകുമ്പം 1800 വരും. അപ്പോൾ ഇവിടെ സ്പീഡ് 1800 m/min എന്ന് കിട്ടി. അപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് ഡി ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? 1800. ടൈം 1. 1800 × 1 1800. 1800 മീറ്ററാണ് ദൂരം. ആൻസർ ഓപ്ഷൻ എ. ഒരു സംഖ്യനെ 5 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി സംഖ്യയുടെ പകുതി എടുക്കുക, 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 36 × 5 ചെയ്യാനായിട്ട് എളുപ്പമാണ്. സംഖ്യയുടെ പകുതി എടുക്കുക, 10 കൊണ്ട് ഗുണിക്കുക. 36ൻ്റെ പകുതി 18. 18 × 10 180 വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രിക്കും കൂടി ഓർത്ത് വെച്ചോണം കേട്ടോ. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ട്രിക്ക്. സംഖ്യയുടെ പകുതി എടുക്കുക, 10 കൊണ്ട് ഗുണിക്കുക. അടുത്ത ചോദ്യം, 400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? വിറ്റ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെല്ലിംഗ് പ്രൈസ് എസ് പി ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. വിറ്റ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ ലാഭശതമാനമാണ് തന്നിട്ടുള്ളത്. പി പെർസെൻറ്റേജ് 12. കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 400. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിറ്റ വില സെല്ലിംഗ് പ്രൈസ് എസ് പി ഇസ് ഈക്വൽ ടു വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 400 ഇൻറ്റു 100 പ്ലസ് പി പെർസെൻറ്റേജ് 100 പ്ലസ് 12 112 ഡിവൈഡഡ് ബൈ 100. ഈ പൂജ്യം വെട്ടിപ്പോയി. 112 ഇൻറ്റു 4 448 രൂപയാണ് വിറ്റ വില. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 3/5 ഇൻറ്റു 5/4 ഇൻറ്റു 7/3 ഡിവൈഡഡ് ബൈ 21/3 ഇൻറ്റു 25 സ്ക്വയറിൻ്റെ വില കാണുക. സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. 3/5 ഇൻറ്റു 5/4 ഇൻറ്റു 7/3 ഡിവൈഡഡ് ബൈ 21 ക്യൂബ് ഇൻറ്റു 25 സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇത് 3/5. ഇത് സിമ്പിൾ ആയതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇങ്ങനെ എഴുതുക കേട്ടോ. 3/5 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു
3 ഇൻറ്റു 5⁴4 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 7⁻3 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 21 ക്യൂബ് 21 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 25 സ്ക്വയർ 25 ഇൻറ്റു 25. ഇതെല്ലാം സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 25 5 5 25 25 5 5 25 3 7 21 3 7 21 3 7 21 ഈ 3 7 ഇവിടെ അങ്ങ് വെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഉള്ളത് എന്താണ്? 3 ഇൻറ്റു 3 9 9 ആൻസർ, ഓപ്ഷൻ എ. ചോദ്യം 2 4 6 8 10 എന്ന സംഖ്യാശ്രേണിയിലെ 20ാമത്തെ പദം കാണുക. സൊല്യൂഷൻ 2 4 6 8 10. ഈ സീരീസ് നോക്കി 2 4 6 8 10 2 മുതലുള്ള തുടർച്ചയായ ഇരട്ടസംഖ്യകളുടെ സീരീസാണ്. തുടർച്ചയായ ഇരട്ടസംഖ്യകളുടെ സീരീസ് ഒരു സമാന്തര ശ്രേണിയാണ്. ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണെങ്കിൽ അതിനെ സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-ാം പദം an = a + n-1 ഇൻറ്റു d. an n-ാം പദം, a ആദ്യ പദം, n പദങ്ങളുടെ എണ്ണം, d പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടെ an ആണ് കണ്ടുപിടിക്കേണ്ടത്. a ആദ്യ പദം 2 n 20ാമത്തെ പദം കണ്ടുപിടിക്കാനാവുമ്പോൾ n 20 പൊതുവ്യത്യാസം 2. അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 2. പൊതുവ്യത്യാസം 2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. an ആവുമ്പോൾ എത്രയാണ്? a 20 = 2 + n-1 20 - 1 19 ഇൻറ്റു d എത്രയാണ്? 2. 2 + 19 2 38 38 2 40 20ാമത്തെ പദം. ആൻസർ ഓപ്ഷൻ എ. ക്ലോക്കിൽ സമയം 5:20 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? സൊല്യൂഷൻ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 30h - 11/2 m. h അവർ, m മിനിറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സമയം 5:20 അപ്പം h 5 m മിനിറ്റ് m 20. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 × 5 - 11/2 × 20 2 10 20. 30 × 5 150 - 11 × 10 110. 150 - 110 40. 40 ഡിഗ്രിയാണ് കോണളവ്. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം p എന്നത് പ്ലസും q എന്നത് മൈനസും r എന്നത് ഇൻറ്റും s എന്നത് ഡിവിഷനും ആയാൽ 20p 32q 5r 10s 2 എത്ര? സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന പോലെ സൈൻ ഇട്ട് കൊടുത്തിട്ട് സോൾവ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? എന്താണ്? 20p 32q 5r 10s 2. ഇനി ഇവിടെ ഈ പിനും ക്യൂനും ആറിനും എസിനും തന്നിട്ടുള്ള സൈൻ ഇട്ട് കൊടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ പിയുടെ സൈൻ എന്താണ്? പ്ലസ്. ക്യൂവിൻ്റെ സൈൻ എന്താണ്? മൈനസ്. ആറിൻ്റെ സൈൻ എന്താണ്? ഇൻറ്റു. എസിൻ്റെ സൈനോ? ഡിവിഷൻ. ഓക്കെ, സൈൻ ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക. അപ്പോൾ ഇത് എന്ത് വരും? 20 + 32 - 5 ഇൻറ്റു 10/2. ഇനി ഇത് സോൾവ് ചെയ്യുക. കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോട്ട് മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിൽ വേണം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷനാണ്. 10/2. 10/2 എത്രയാണ്? 5. അപ്പോൾ ഇത് 20 + 32
-5 × 5. ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. 5 5 25. അപ്പോൾ ഇത് 20 + 32 - 25 എന്ന് വന്നു. ഇനി ചെയ്യേണ്ടത് അഡീഷനാണ്. അപ്പോൾ 20 32 എത്രയാണ്? 52. 52 - 25. ലാസ്റ്റ് സബ്ട്രാക്ഷൻ. 52 - 25 27. 27 ആൻസർ. ഓപ്ഷൻ ബി. ചോദ്യം: 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 3:4 ആണെങ്കിൽ അവയുടെ വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്ര? സൊല്യൂഷൻ: 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതമാണ് 3:4. ആരങ്ങൾ തമ്മിലുള്ള 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം തന്നിട്ട് അവയുടെ വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം കണ്ടുപിടിക്കാനായിട്ട് ഈ ആരങ്ങളുടെ റേഷ്യോനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3² = 4². 3² 9, 4² 16. 9:16 ആണ് ആൻസർ. ഓപ്ഷൻ ബി. യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ്? സൊല്യൂഷൻ: ഈ ടൈപ്പ് പ്രോബ്ലം മുമ്പ് ഒരുപാട് തവണ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം 10, 15, 24 ഈ ഇടവേളകളിൽ മുഴങ്ങുന്ന മണികളുടെ LCM എടുക്കുക. ആദ്യം തന്നിരിക്കുന്ന സമയത്തോടു കൂടി കൂട്ടിയാൽ ഇനി ഇത് ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 10, 15, 24 ഇതിൻ്റെ LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ചെറിയ സംഖ്യകൾ ആണെങ്കിൽ ഈ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പം LCM എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ട്രിക്ക് ഇതാണ്: തന്നിരിക്കുന്ന സംഖ്യകളിലെ വലിയ സംഖ്യ ബാക്കി എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ അതായിരിക്കും LCM. അങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും LCM. ഒന്നുകൂടെ പറയാം, ട്രിക്ക് ഇതാണ്: തന്നിരിക്കുന്ന സംഖ്യകളിലെ വലിയ സംഖ്യ ബാക്കി എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ അതായിരിക്കും LCM. അങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകൾ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും LCM. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ വലിയ സംഖ്യ ഏതാ? 10, 15, 24. 24 വലിയ സംഖ്യ. 24 10ൻ്റെയും 15ൻ്റെയും മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ ഇവിടെ 24 LCM ആയിട്ട് വരത്തില്ല. ഇനി നോക്കേണ്ടത് എങ്ങനെയാണ്? ഈ തന്നിരിക്കുന്ന ഇവിടെ ഇപ്പോൾ 3 സംഖ്യകളുണ്ട്. ഈ തന്നിരിക്കുന്ന 3 സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും LCM. അപ്പോൾ എന്ത് വരും? 10, 15, 24. 10, 15, 24 ആണെങ്കിൽ 120 വരും. അപ്പോൾ ഇവിടുത്തെ LCM എന്താണ്? 120. ഇനി ഇങ്ങനെ എടുക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ സാധാരണ പോലെ LCM മെത്തേഡിൽ LCM കണ്ടുപിടിക്കുക. 10, 15, 24. ഇവിടെ 5 കൊണ്ട് ചെയ്യാവേ. 5 2 10, 5 3 15, 24. ഇനി 3 കൊണ്ട് 3 1 3, 3 8 24. ഇനി 2 കൊണ്ട് 2 2 1 2 1 2 4 8. ഇനി ഈ സംഖ്യകളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും LCM. അപ്പോൾ ഇവിടെ LCM എന്ത് വരും? LCM = 5 × 3 × 2 × 1 × 1 × 4. 3 15, 15 2 30, 30 × 4 120. ഒന്നിൽ ഞാൻ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്ത് LCM കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ LCMൻ്റെ ഈ പ്രോപ്പർ മെത്തേഡ് യൂസ് ചെയ്ത് LCM കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ LCM 120 എന്ന് കിട്ടി. അപ്പോൾ ഇത് എത്രയാണ്? മിനിറ്റ് ആണല്ലേ. അപ്പം മിനിറ്റിലെ മണിക്കൂറിലോട്ട് മാറ്റണം. മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 120 / 60. 120 മിനിറ്റ് എന്ന് വെച്ചാൽ എത്രയാണ്? 2 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ഇനി 2 മണിക്കൂറിന് ശേഷമാണ് ഇവ ഒരുമിച്ച് വീണ്ടും മുഴങ്ങുന്നത്. 2 മണിക്കൂറിന് ശേഷം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണെന്നാണ്. എത്ര മണിക്കാണെന്ന് പറയുമ്പോൾ എത്രയാണ്? ഈ തന്നിരിക്കുന്ന സമയം എത്ര? 8 മണിക്കാണ് ഇത് ഒരുമിച്ച് മുഴങ്ങിയത്. അപ്പോൾ ഇനി 2 മണിക്കൂർ കൂടി കഴിയുമ്പോൾ എത്രയാണ്? 8 + 2 10 മണിയാവും. അപ്പോൾ ഇനി 10 AM രാവിലെ 8 മണിയല്ലേ. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോൾ 8 2 രാവിലെ 10 മണി, അതായത് 10 AM ഇനി ഇത് ഒരുമിച്ച് മുഴങ്ങുന്നത്. ഓപ്ഷൻ ഡി 10 AM. ചോദ്യം: 108 km/മണിക്കൂർ വേഗത ഡാഷിനു സമാനമാണ്. സൊല്യൂഷൻ: 108 km/h എന്ത് വരും?
ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഈ 108 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണമെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 5/18ൻ്റെ റെസിപ്രോക്കൽ 18/5 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? 108 × 5/18 ഈസ് ഈക്വൽ ടു 18 108 6 × 5 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ, ഓപ്ഷൻ ബി. 0.003 × 0.45 ഡിവൈഡഡ് ബൈ 0.009 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ ഇത് സോൾവ് ചെയ്യണം. 0.003 × 0.45 ഡിവൈഡഡ് ബൈ 0.009. അപ്പോൾ ഇത് ഡെസിമൽ നമ്പറിൻ്റെ ഡിവിഷനാണ് വന്നിട്ടുള്ളത്. ഡെസിമൽ നമ്പറിൻ്റെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ടുള്ള ട്രിക്കുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഞാൻ മുമ്പ് 2 ചോദ്യങ്ങളിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാലും ഇതൊന്നുകൂടി പറയാം. ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ഇതാണ്. ആദ്യം ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും അക്കങ്ങളുടെ എണ്ണം നോക്കുക. അത് തുല്യമാണെങ്കിൽ ഈ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ ഇത് സോൾവ് ചെയ്താൽ മതി. അങ്ങനെ തുല്യമല്ലാതെയാണ് വരുന്നതെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ ഇതങ്ങ് സോൾവ് ചെയ്യുക. എന്നിട്ട് ഈ ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ എവിടെയാണ് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത്, എത്ര അക്കത്തിൻ്റെയാണ് കുറവ് വന്നിരിക്കുന്നത് നോക്കുക. ഒരക്കത്തിൻ്റെയാണ് കുറവെങ്കിൽ അവിടെ 10 കൊണ്ട് ഗുണിക്കുക. 2 അക്കത്തിൻ്റെയാണ് കുറവെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. 3 അക്കത്തിൻ്റെ കുറവാണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. 4 അക്കത്തിൻ്റെ കുറവാണെങ്കിൽ 10,000 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ വരും. അപ്പോൾ ഇവിടെ നോക്കാം. ആദ്യം ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം നോക്കാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ന്യൂമറേറ്ററിൽ നോക്കിക്കേ, ഡെസിമൽ പോയിന്റിന് ശേഷം 1 2 3 4 5 അക്കങ്ങളുണ്ട്. ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 1 2 3 അക്കങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ ഇനി ഇതങ്ങോട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 × 45 ഡിവൈഡഡ് ബൈ 9. 9 5 45, 5 3 15 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 5 അക്കങ്ങളുണ്ട്. ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 3 അക്കങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ ഒരു ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള 2 അക്കങ്ങളുടെ കുറവുണ്ട്. അപ്പം ഇവിടെ ഡിനോമിനേറ്ററിലാണ് കുറവ് വന്നിട്ടുള്ളത്. എത്രയാണ്? ന്യൂമറേറ്ററിനെ വെച്ച് നോക്കുമ്പം 2 അക്കങ്ങളുടെ കുറവ്. അപ്പം ഈ ഡിനോമിനേറ്ററിൽ 100 കൊണ്ട് ഗുണിക്കുക. 2 അക്കത്തിൻ്റെ കുറവാകുമ്പോൾ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് 15/100 ഈസ് ഈക്വൽ ടു 0.15. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം: 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? സൊല്യൂഷൻ: 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ സാധിക്കും. 24 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് M1 D1 ഈസ് ഈക്വൽ ടു M2 D2. M1 M2 ആളുകളുടെ എണ്ണമാണ്, D1 D2 ദിവസങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ M1 16, D1 30, M2 24, D2 എത്രയെന്ന് കണ്ടുപിടിക്കണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 16 × 30 ഈസ് ഈക്വൽ ടു 24 D2. ദെർഫോർ D2 ഈസ് ഈക്വൽ ടു 16 × 30 ഡിവൈഡഡ് ബൈ 24. 6 കൊണ്ട് വെട്ടാം. 6 4 24, 6 5 30, 4 4 16, 4 5 20. 20 ദിവസമാണ് ആൻസർ, ഓപ്ഷൻ ബി. ഇനി ഇവിടെ വേറൊരു
ട്രിക്കും കൂടെ പറഞ്ഞുതരാം. അതായത് ഈ ഫോർമുലയാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഈ ഫോർമുല ഒന്ന് മറന്നുപോയാൽ ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ കൂടെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, 16 പുരുഷന്മാർക്ക് 30 ദിവസം വേണം, 24 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 16 പുരുഷന്മാർക്ക് 30 ദിവസം വേണമെങ്കിൽ 24 പുരുഷന്മാർക്കാവുമ്പോൾ ദിവസം കുറച്ച് പോരെ. അതായത് ആളുകളുടെ എണ്ണം കൂടുമ്പം ദിവസം കുറവ് മതി. അപ്പോൾ ഇതെന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ആളുകളുടെ എണ്ണം കൂടുമ്പം ദിവസം കുറവ് മതി. അപ്പോൾ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ടുണ്ടല്ലോ, ഇങ്ങനെ നേരെ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്യുക. അതായത് ഇവിടെ നോക്കിക്കേ, 16 പുരുഷന്മാർക്ക് 30 ദിവസം, 24 പുരുഷന്മാർക്ക് എത്ര ദിവസം വേണം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വന്നു കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ നേരെ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് 16 × 30 ഈസ് ഈക്വൽ ടു 24 എക്സ്. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 16 × 30 ഡിവൈഡഡ് ബൈ 24 ഈസ് ഈക്വൽ ടു 20. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നേരെ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ വെറുതെ ഇതൊന്നും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ, ഇ ഈസ് ഈക്വൽ ടു 5, പെൻ ഈസ് ഈക്വൽ ടു 35 എങ്കിൽ പേജ് ഈസ് ഈക്വൽ ടു ഡാഷ്. സൊല്യൂഷൻ, ഇ ഈസ് ഈക്വൽ ടു 5, പെൻ ഈസ് ഈക്വൽ ടു 35 എങ്കിൽ പേജ് ഈസ് ഈക്വൽ ടു എത്ര? അപ്പോൾ ഇവിടെ ഇത് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓർഡറിലുള്ള പൊസിഷൻ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ ഒരു കോഡുണ്ട്. ഇജോറ്റി 5, 10, 15, 20, 25. ഈ അഞ്ചാമത്തെ പൊസിഷനിൽ J10, O15, T20, Y25. അപ്പോൾ ഈ കോഡ് ഓർത്ത് വയ്ക്കുക. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓർഡറിലുള്ള പൊസിഷൻ അറിയാനായിട്ടുള്ള കോഡാണ് ഇജോറ്റി 5, 10, 15, 20, 25. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അഞ്ചാമത്തെ പൊസിഷനിലാണെന്ന് മനസ്സിലായി. ഇനി പെൻ ഈസ് ഈക്വൽ ടു 35 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. പെന്നിൻ്റെ പൊസിഷൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. പെന്നാകുമ്പോൾ പി എത്രാമത്തെ പൊസിഷനിലാണ്? P 16, E 5, N 14. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 16 + 5 + 14, 16ഉം 14ഉം 30ഉം 5ഉം 35. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലായി പൊസിഷൻ ആഡ് ചെയ്തപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ പേജിൻ്റെ പൊസിഷൻ ആഡ് ചെയ്യുക. പേജിൻ്റെ പൊസിഷനിൽ P 16, A 1, G 7, E 5. അപ്പോൾ ഇവിടെ 16 + 1 + 7 + 5 ഈസ് ഈക്വൽ ടു 16 1 17, 17 7 24, 24 5 29. പേജ് ഈസ് ഈക്വൽ ടു 29 ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്